പ്രദേശവാസി ഹംസ, നാട്ടുകാരനായ ഹംസ നമുക്കൊപ്പം ചേരുകയാണ്. ഹംസ, അതിദാരുണമായൊരു സംഭവമാണ്, ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത്? ഇത് കടുവയുടെ ആക്രമണമാണ് എന്ന് ഏത് രീതിയിലാണ് നിങ്ങൾ സ്ഥിരീകരിക്കുന്നത്? ഈ തണ്ടർ ബോൾട്ട് ഇതിന്റെ ഫോറസ്റ്റ് ഉള്ളില് തണ്ടർ ബോൾട്ട് അവരെ പതിവ് പരിശോധനയ്ക്ക് വരുമ്പോ ഇത് കടുവ ഇവരെ കൃഷി സ്ഥലത്തുനിന്ന് വലിച്ചുകൊണ്ട് കണ്ടതാണ്. കണ്ടിട്ട് അവരാണ് ഇത് ആദ്യമായി കാണുന്നത്. ഒരു ആദിവാസി സ്ത്രീയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഒരു ആദിവാസി സ്ത്രീയാണ്. ഇപ്പൊ അവരെ ഈ സ്ത്രീയുടെ തലയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ജനങ്ങളാകെ വയലന്റ് ആണ് ഇവിടെ. പറഞ്ഞോളൂ. ഹംസ, മുൻപും ഇത്തരത്തിൽ വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. 1.5 വർഷം മുമ്പ് കടുവ ഇറങ്ങി. നിരന്തരം കടുവ, കാട്ടുപോത്ത്, പന്നി, എല്ലാവിധ ആന, ഇതൊക്കെ നിരന്തരം ശല്യമുള്ള പ്രദേശമാണ് ഇതാണ്. ഈ ഫോറസ്റ്റ് ബൗണ്ടറിയോട് ഫെൻസിങ് ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരന്തരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഈ കഴിഞ്ഞ 13-ാം തീയതി വാർഡ് സഭയിലെ പ്രമേയം പാസ്സാക്കിയിട്ട് ഫോറസ്റ്റിന്റെ ബൗണ്ടറിയില് ഫെൻസിങ് ഇടണം എന്ന് പറഞ്ഞിട്ട് ആ തീരുമാനം ഇന്നലെ DFOനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതിനൊരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ഹംസ, ഇത്രയും സംഭവങ്ങൾ അല്ലെങ്കിൽ വന്യജീവി സ്ഥിരമായി ഇറങ്ങുന്നു, അതിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ചർച്ചകളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത്തരം ചർച്ചകൾ ഉണ്ടാവാറുണ്ടോ? ഒരു ചർച്ചയില്ല. ഇതിന്റെ ഇടയിൽ മാനന്തവാടി DFO ഓഫീസിൽ ഈ പ്രദേശവാസികളെ കുരങ്ങു ശല്യത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞാണ് ഫോറസ്റ്റ് ബൗണ്ടറിയോടുകൂടി ഫെൻസിങ് ഇടണം എന്ന്. ഒരു പാവപ്പെട്ട സ്ത്രീ സ്വന്തം പറമ്പിൽ കാപ്പി പറിക്കുമ്പോ അതിനെ പറമ്പിൽ നിന്ന് പറിക്കുന്നോടന്ന് പിടിച്ചിട്ട് ഏകദേശം ഒരു 100 മീറ്റർ വലിച്ചുകൊണ്ടുപോയി. ഇപ്പൊ അതിന്റെ തലയില്ല എന്നാണ് കേൾക്കുന്നത്. തല കിട്ടിയിട്ടില്ല, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല പോലീസ്. നിലവിൽ അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടോ? ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ? വനം വകുപ്പും ഉണ്ട്, ഫോറസ്റ്റും ഉണ്ട്. എല്ലാരും ഈ തണ്ടർ ബോൾട്ടുകാരാണ് ഇത് കണ്ടത്. ഈ പ്രദേശം ഇവർ നിരന്തരം സെർച്ച് ചെയ്യുന്ന സ്ഥലമാണ്. തണ്ടർ ബോൾട്ടിന്റെ ഈ മാവോയിസ്റ്റിന്റെ ഏരിയയാണ്, ഭീഷണിയിലെ ഏരിയ ആയതുകൊണ്ട് അവർ നിരന്തരം ഇവിടെ ഇത് മലയിൽ കയറി നോക്കുന്ന ആണ്. അവരാണ് ഇതിനെ കണ്ടത്. ഇതിനെ വലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ആരും അറിയൂല്ല. ഈ മരിച്ച രാധയെ താങ്കൾക്ക് നേരിട്ട് അറിയാമോ? അവര് അവിടെ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണോ? അല്ല, അവരൊരു ബന്ധുവിന്റെ സ്ഥലമാണ്. അവര് മരിച്ച സ്ത്രീ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളാണ് അവരെ വീടുള്ളത്. അവര് കാപ്പി പറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാ. ഈ സംഭവം നടന്ന സ്ഥലത്ത് അവരെ ബന്ധുവിന്റെ തോട്ടാണിത്. വനം വകുപ്പ് വാച്ചറുടെ ഭാര്യ ആണോ രാധ? അതെ. അവര് വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആള് തന്നെയാണോ? ഓ, ഇവിടെ ജനിച്ചു വളർന്ന് താമസിക്കുന്ന ആൾക്കാർ തന്നെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്ഥിരമായി ഇത്തരത്തിൽ വന്യജീവി ആക്രമണമുള്ള ഒരു സ്ഥലമാണെന്ന്. അപ്പൊ അവിടെയുള്ള നാട്ടുകാർ അത്തരത്തിലൊരു ഭയത്തോടെയൊക്കെ ആയിരുന്നോ കഴിഞ്ഞുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ മന്ത്രിക്ക് OR കേളുമെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിരന്തരം ഇത് ശല്യം ഉണ്ടായിട്ട് നമ്മൾ നിരന്തരം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വാർഡ് സഭയിൽ പോലും പ്രമേയം പാസ്സാക്കിയിട്ട് ഇന്നലെയാണ് അത് DFOക്ക് കൊണ്ടേ കൊടുത്തത്. ഈ റോഡ് സൈഡിൽ ഒരു 20 മീറ്റർ അടിക്കാട് വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതിനെ കുറിച്ച്. ഇപ്പൊ ഒരാളെ ജീവൻ പോകേണ്ടി വന്നു ഇവരൊക്കെ ഒന്ന് തലപൊക്കി വരാൻ. ഇത് ശരിക്കും വനവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണോ? അതെ. ആദിവാസികള് ഇവിടെ ഒട്ടുമിക്ക പ്രദേശം ഫോറസ്റ്റിന്റെ ഒരു ബൗണ്ടറി ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 20 മീറ്റർ റോഡ് സൈഡിൽ ഉൾക്കാടുകൾ വെട്ടി അവിടെ ഫെൻസിങ് ഇടണം. കാരണം എന്തെങ്കിലും വന്യജീവികൾ വരുന്നുണ്ടെങ്കിൽ കാണുന്നതിന് വേണ്ടിയിട്ട്. അതിന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായില്ല. ഒരു പാവപ്പെട്ട അന്നാന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ആദിവാസിന്റെ ജീവൻ പോകേണ്ടി വന്നു. ഇപ്പോ ഇത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഇപ്പൊ സംഭവം നടന്ന സ്ഥലത്തുനിന്നും ബോഡി എടുത്തിട്ട് കുറച്ച് ജനവാസ മേഖലയിലേക്ക് കൊണ്ടുപോവാണ്. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ സാധനം ഇപ്പോഴും ആനയും ഇതൊക്കെ ഉണ്ട്. എപ്പോഴും ഒരു ആക്രമണം വരിക എന്ന് പറയാൻ പറ്റില്ല. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ജനങ്ങളൊക്കെ ഭയങ്കര രോഷത്തിലാണ് എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധത്തിനൊക്കെയുള്ള സാധ്യതയുണ്ടോ ഇനി? 100%. പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം? പ്രതിഷേധിക്കാതില്ല ഇനി എന്ത് ചെയ്യാനാ?
ശരി ഹംസ, ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തെ ഒരു നാട്ടുകാരൻ്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവിടെ വലിയ തരത്തിൽ വന്യജീവികൾ സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലമാണ്. നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്, എന്നാൽ അതിൽ കൃത്യമായ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. മൃതദേഹം കണ്ടെത്തിയത് കാടിനുള്ളിൽ നിന്ന് തണ്ടർബോൾട്ട് സംഘമാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. ഏറെ സങ്കടകരമായ ഒരു വസ്തുത, ഈ മൃതദേഹത്തിൻ്റെ തല ഇല്ല എന്നുള്ളതാണ്. തല നഷ്ടപ്പെട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ്. രാധ എന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ മരിച്ചത്. ബന്ധുവീട്ടിൽ കാപ്പി പറിക്കാനായിട്ട് എത്തിയതാണ്. അവിടെ നിന്നും അല്പം ദൂരെ താമസിക്കുന്ന രാധ ബന്ധുവീട്ടിലെത്തി കാപ്പി പറിക്കാനായിട്ട് വന്നപ്പോഴാണ് കടുവ ആക്രമിച്ചത് എന്ന് പറയുന്നു. വനമേഖലയാണ്, വനാതിർത്തിയാണ്, സ്ഥിരമായി ഇത്തരത്തിൽ വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമാണ്. എന്നാൽ കൃത്യമായ ഫെൻസിങ്ങോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് നാട്ടുകാർ ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഹംസയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അദ്ദേഹം ഏറെ വൈകാരികമായി തന്നെയാണ് ആ ഒരു വാക്കുകളിൽ ആ ഒരു ഭീതി നിറഞ്ഞു തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത്തരത്തിൽ അവിടെ ഇപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകൾ, മന്ത്രി OR കേളു അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, DFO ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. കടുവയ്ക്കായി ഇനി കടുവയെ തിരഞ്ഞ് കണ്ടെത്തുക എന്നുള്ള ഒരു ദൗത്യമുണ്ട്. കടുവ ആക്രമകാരിയാണ്, ഒരു നരഭോജിയായ കടുവയായി മാറിയിരിക്കുകയാണ്. ഒരു സ്ത്രീയെ ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഭീതിയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കാപ്പിത്തോട്ടത്തിലാണ് ആക്രമണം ഉണ്ടായത്. അവിടെ നിന്നും ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ ആ ഒരു പ്രദേശവാസി നാട്ടുകാരൻ നമ്മളോട് പറഞ്ഞത്.